എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത്. എന്നാലും കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാവിലത്തെ പണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശയും കടലക്കറിയാണ്. വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ ഒരു സവാള അരിഞ്ഞതും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഉച്ചത്തേക്കുള്ള അരി കുക്കറിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ മുറ്റടിക്കാനും പിന്നെ നമ്മുടെ ഹോളും സിറ്റൗട്ടൊക്കെ അടിച്ച് തുറക്കാനായിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളക്കും കൊളുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനുള്ള ദോശ എടുത്ത് കൊടുക്കുവാണേ. അങ്ങനെ ദോശയും കടലക്കറിയും കൂട്ടി അവന് കഴിക്കാൻ കൊടുക്കുവാണ് കേട്ടോ. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേ ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. കൈയോടെ തന്നെ ദോശക്കല്ലും ദോശമാവ് കുഴച്ച പാത്രവും ചായ ഉണ്ടാക്കിയ ചായക്കല്ലും എല്ലാം ഒന്ന് തേച്ച് കഴുകി എടുക്കണം. അല്ലെങ്കിൽ പിന്നെ പാത്രങ്ങളെല്ലാം കൂടി വരും കേട്ടോ. പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് തേക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുത്ത് കല്ലെടുത്ത് മാറ്റിയതിന് ശേഷം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള വെള്ളവും കൂടി ചൂടാക്കാൻ വെച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. നമുക്കിന്ന് ഉച്ചയുള്ള കറിക്ക് നങ്കാണ് കേട്ടോ കിട്ടിയത്. വലിയ നങ്കാണ്. ഇതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മീൻകാരൻ്റെ അത് കണ്ടപ്പോൾ ഞാനത് വാങ്ങി. ഞാൻ കഴിക്കാറില്ല. എനിക്ക് വേറെ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ നങ്ക് പൊളിച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം മുളക് ചാറ് വെക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളത് വറുക്കാൻ പോവാണ് കേട്ടോ. വറുക്കാനുള്ളതിലേക്ക് മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറും കൂടി വാർത്തിട്ടു. പിന്നെ നമ്മുടെ സിങ്കിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് കഴുകി ഇടുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഇട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. പിന്നെ കറി വെക്കാനായിട്ട് പച്ചമുളക്, ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് വാട്ടിയിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഒരു കഷ്ണം കുടംപുളിയും കൂടി ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മുടെ നങ്കൊക്കെ പെറുക്കി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ നോക്കാനായിട്ട് മോൻ തന്നെ നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് റെഡിയാക്കി കുക്കായി വന്നപ്പോഴേക്കും മോനോട് പറഞ്ഞു ഒന്ന് നോക്കടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ കറിയുടെ പാകമൊക്കെ നോക്കി കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ ചട്ടി ഇറക്കി വെച്ചിട്ട് വറുക്കാനുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കായിട്ട് കുറച്ച് കോവക്ക പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയുണ്ട് കറികളും എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാമേ. ബായ്.